IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 18ാം സീസൺ മാർച്ച് 22 മുതൽ മെയ് 25 വരെ നടക്കും. ടൂർണമെൻറ്റിൽ മൊത്തം 10 ടീമുകളാണ് മത്സരിക്കുന്നത്. മൊത്തം 74 മത്സരങ്ങൾ 13 വ്യത്യസ്തങ്ങളായ വേദികളിലായി മത്സരങ്ങൾ നടക്കും. ഇനി ടീമുകളെ പരിചയപ്പെടാം. 1. ചെന്നൈ സൂപ്പർ കിങ്സ് 2010, 11, 18, 21, 23 എന്നീ വർഷങ്ങളിലെ IPL വിജയികളാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ടീം നമ്പർ 2 ഡൽഹി ക്യാപിറ്റൽസ്. ടീം നമ്പർ 3 ഗുജറാത്ത് ടൈറ്റൻസ് 2022 വിജയിയാണ്. 4 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കഴിഞ്ഞ വർഷത്തെ IPL വിജയിയായിരുന്നു KKR. 2012-ലും 2014-ലും വിജയിയായിട്ടുണ്ട്. 5 ലക്നോ സൂപ്പർ ജയൻസ്. 6 മുംബൈ ഇന്ത്യൻസ്. 2013, 15, 17, 19, 2020 എന്നീ വർഷങ്ങളിൽ വിജയിയായിരുന്നു. 7 പഞ്ചാബ് കിങ്സ്. 8 രാജസ്ഥാൻ റോയൽ. സഞ്ജു സാംസൺ, മലയാളിയായ സഞ്ജു സാംസൺ നയിക്കുന്ന, രാഹുൽ ദ്രാവിഡ് കോച്ചായിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് IPLന്റെ ആദ്യ മത്സരം 2008 വിജയിയായിരുന്നു. 9 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന ടീം. 10 സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2016 വിജയിയായിരുന്നു. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സും തമ്മിലാണ് മത്സരം. ഇതേ വേദിയിൽ തന്നെയാണ് ഫൈനൽ മത്സരവും നടക്കുന്നത്. മൊത്തം ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിലും 5 ടീമുകൾ വീതം. ഗ്രൂപ്പ് എയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് CSK, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് KKR, രാജസ്ഥാൻ റോയൽസ് RR, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB, പഞ്ചാബ് കിങ്സ് PBKS. ഗ്രൂപ്പ് ബിയിൽ മുംബൈ ഇന്ത്യൻസ് MI, സൺറൈസേഴ്സ് ഹൈദരാബാദ് SRH, ഗുജറാത്ത് ടൈറ്റൻസ് GT, ഡൽഹി ക്യാപിറ്റൽസ് DC, ലക്നോ സൂപ്പർ ജയൻസ് LSG. പ്ലേ ഓഫ് മത്സരത്തിൽ ആദ്യത്തേത് ക്വാളിഫയർ 1 റൗണ്ട്. ടേബിളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആദ്യത്തെ 2 ടീമുകൾ തമ്മിലുള്ള മത്സരം. ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് കടക്കും. തോൽക്കുന്ന ടീം ക്വാളിഫയർ 2 പ്രവേശിക്കും. രണ്ടാമത്തെ കളി എലിമിനേറ്റർ റൗണ്ടാണ്. ടേബിളിൽ 3ഉം 4ഉം സ്ഥാനക്കാർ തമ്മിലുള്ള മത്സരം. തോൽക്കുന്ന ടീം ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകും. ജയിക്കുന്ന ടീം ക്വാളിഫയർ 2 പ്രവേശിക്കും. അങ്ങനെ ക്വാളിഫയർ 1 തോറ്റ ടീമും എലിമിനേറ്റർ റൗണ്ടിൽ ജയിച്ച ടീമും തമ്മിലുള്ള മത്സരമാണ് ക്വാളിഫയർ 2. ക്വാളിഫയർ 2 ജയിക്കുന്ന ടീം ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് അവസാനഘട്ട പ്ലേ ഓഫ് മത്സരങ്ങൾ. മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് അവകാശം ജിയോ ഹോട്ട്സ്റ്റാറിനും സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിനും ലഭിച്ചിട്ടുണ്ട്. IPL 2008 ആരംഭിച്ചത്. അന്ന് തുടങ്ങി ഓരോ വർഷത്തെയും വിജയികളെയും റണ്ണറപ്പുകളെയും ഒന്ന് പരിചയപ്പെടാം. 2008 വിജയി രാജസ്ഥാൻ റോയൽസ്. റണ്ണറപ്പ് CSK. 2009 വിജയി ഡെക്കാൻ ചാർജസ്. റണ്ണറപ്പ് RC. 2008-2012 കാലഘട്ടത്തിൽ സജീവമായിരുന്ന ഡെക്കാൻ ചാർജസിൻ്റെ വിവിധ ക്യാപ്റ്റന്മാർ VVS ലക്ഷ്മൺ, ആദം ഗിൽക്രിസ്റ്റ്, കുമാർ സംഗക്കാർ എന്നിവരൊക്കെ ആയിരുന്നു. 2012 വിലക്കപ്പെട്ട ശേഷം ഈ ടീം ഇല്ലാതായി. 2010 വിന്നർ CSK, റണ്ണർ MI മുംബൈ. 2011 CSK തന്നെയായിരുന്നു വിജയി. RC ആയിരുന്നു റണ്ണർ. 2012 KKR വിജയ്,
റണ്ണറപ്പ് CSK. 2013 വിജയ് മുംബൈ ഇന്ത്യൻസ്, CSK ആയിരുന്നു റണ്ണറപ്പ്. 2014 KKR വിജയ്, പഞ്ചാബ് കിങ്സ് PBKS ആയിരുന്നു റണ്ണറപ്പ്. 2015 മുംബൈ ഇന്ത്യൻസ് വിജയ്, CSK റണ്ണറപ്പ്. 16 SRH വിജയ്, RCB ആയിരുന്നു റണ്ണറപ്പ്. 2017 വിജയ് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. അന്നത്തെ റണ്ണറപ്പ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻ്റ് ആയിരുന്നു. ഈ ടീം 2016-17 വർഷങ്ങളിൽ മാത്രം താൽക്കാലികമായി കളിച്ച ടീമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും ഈ രണ്ട് ടീമുകളെയും 2 വർഷങ്ങളിലേക്ക് വിലക്കിയതിന് പകരമായിരുന്നു ഈ ടീമിൻ്റെ വരവ്. 2016 MS ധോണിയായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ. പക്ഷേ തുടർച്ചയായ തോൽവികളായിരുന്നു ടീമിന് സംഭവിച്ചത്. 2017 ധോണിയെ മാറ്റി സ്റ്റീവ് സ്മിത്തിനെ നായകനാക്കി പ്രകടനം മെച്ചപ്പെടുത്തിയെങ്കിലും ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ 1 റൺ വ്യത്യാസത്തിൽ അവർക്ക് തോൽക്കേണ്ടി വന്നു. 2018 വിജയ് CSK, റണ്ണറപ്പ് SRH. 19 മുംബൈ ഇന്ത്യൻസ്, റണ്ണറപ്പ് CSK ആയിരുന്നു. 20 മുംബൈ ഇന്ത്യൻസ് തന്നെയായിരുന്നു വിജയ്. അന്ന് DC ആയിരുന്നു റണ്ണറപ്പ്, ഡൽഹി ക്യാപിറ്റൽസ്. 21 CSK വിജയിയായി KKR ആയിരുന്നു റണ്ണറപ്പ്. 22 ഗുജറാത്ത് GT ആയിരുന്നു വിജയ്, RR ആയിരുന്നു റണ്ണറപ്പ്. 23 CSK വിജയിയായി GT ആയിരുന്നു റണ്ണറപ്പ്. കഴിഞ്ഞ വർഷം 24 KKR വിജയിയും SRH റണ്ണറപ്പുമായിരുന്നു. ഇനി കഴിഞ്ഞ വർഷത്തെ IPL 2024 മത്സരങ്ങളിലേക്ക് ഒന്ന് നോക്കാം. 4 പ്ലേ ഓഫ് മത്സരങ്ങളിലെ ടീമുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഈ 4 ടീമായിരുന്നു പ്ലേ ഓഫിലെത്തിയത്. ഒന്നാമത്തെ ക്വാളിഫയർ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിച്ച KKRഉം SRHും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. KKR വിജയിക്കുകയും അവർ നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മത്സരം എലിമിനേറ്റർ റൗണ്ടിൽ രാജസ്ഥാൻ റോയൽസും RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരുന്നു മത്സരം. RR വിജയിക്കുകയും RCB ടൂർണമെന്റിൽ നിന്നും പുറത്താകുകയും ചെയ്തു. രണ്ടാമത്തെ ക്വാളിഫയർ മത്സരത്തിൽ എലിമിനേറ്റർ റൗണ്ട് വിജയിയായ RRഉം ഫസ്റ്റ് ക്വാളിഫയറിൽ പരാജയപ്പെട്ട SRHും തമ്മിലായിരുന്നു മത്സരം. SRH വിജയിക്കുകയും അവർ ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഫൈനൽ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ടോസ് നേടിയ SRH ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ 18.3 ഓവറിൽ 113 റൺസ് മാത്രമേ അവർക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. 114 എന്ന ചെറിയ ലക്ഷ്യം 10.3 ഓവറിൽ KKR നേടി 8 വിക്കറ്റാണ് അവർ ജയിച്ചത്. അങ്ങനെ 2024 IPL കിരീടം KKRന് ലഭിച്ചു. ഇനി കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 IPL മത്സരങ്ങളിലെ ടോപ്പ് ബാറ്റ്സ്മാനെയും ടോപ്പ് ബൗളേഴ്സിനെയും ഒന്ന് നോക്കാം. ആദ്യം ബാറ്റേഴ്സ്. ഒന്നാം സ്ഥാനം 15 മത്സരങ്ങൾ കളിച്ച് 741 റൺ നേടിയ വിരാട് കോഹ്ലിയാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം 14 മത്സരങ്ങൾ കളിച്ച് 583 റൺസ് നേടിയ ഋതുരാജ് ഗെയ്ക്വാഡ്. മൂന്നാം സ്ഥാനം 16 മത്സരങ്ങൾ കളിച്ച് 573 റൺ നേടിയ റിയാൻ പറാഗ്. നാലാം സ്ഥാനം 15 മത്സരങ്ങൾ കളിച്ച് 567 റൺസ് നേടിയ ട്രാവിസ് ഹെഡ്. അഞ്ചാം സ്ഥാനം 16 മത്സരങ്ങൾ കളിച്ച് 531 റൺസ് നേടിയ സഞ്ജു സാംസൺ. ഇനി ബൗളേഴ്സ്. ഒന്നാം സ്ഥാനം 14 മത്സരങ്ങൾ കളിച്ച് 24 വിക്കറ്റ് ലഭിച്ച ഹർഷത് പട്ടേൽ. രണ്ടാം സ്ഥാനം 14 മത്സരങ്ങൾ കളിച്ച് 21 വിക്കറ്റ് കരസ്ഥമാക്കിയ വരുൺ ചക്രവർത്തി. മൂന്നാം സ്ഥാനം 13 മത്സരങ്ങൾ കളിച്ച് 20 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറ. നാലാം സ്ഥാനം 14 മത്സരങ്ങൾ കളിച്ച് 19 വിക്കറ്റ് നേടിയ T നടരാജൻ. അഞ്ചാം സ്ഥാനം
11 മത്സരങ്ങൾ മാത്രം കളിച്ച് 19 വിക്കറ്റ് നേടിയ ഹർഷിത് റാണ. ഏറെ ആരാധകരുള്ള വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, രോഹിത് ശർമ്മ, ബുംറ, ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉൾപ്പെടുന്ന മുംബൈ ഇന്ത്യൻസ്, ധോണി ഉൾപ്പെടുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് CSK ടീം, സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്, ഈ ടീമിൻ്റെയൊക്കെ ടീം മെമ്പേഴ്സിൻ്റെയും അവരുടെ വാല്യൂവും ഒക്കെ ഉൾപ്പെടുന്ന പ്രത്യേക വീഡിയോകൾ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. IPLുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.